നമ്മൾ ട്രിവാൻഡ്രത്ത് വർഷത്തിലൊരിക്കലും നടക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് IFFK. അതിൽ ലോകത്തു നിന്ന് പല ഭാഗങ്ങളിൽ നിന്നൊക്കെ എത്തിച്ചേരുന്ന കുറേ സിനിമാ പ്രേമികൾ, ക്രിട്ടിക്സ് ഒക്കെ ഉണ്ടാവും. അപ്പം അവിടെ നിന്ന് കിട്ടുന്ന മെമ്മറീസും ഒരു എക്സ്പീരിയൻസും നമ്മൾ അവിടെ നിന്ന് പഠിക്കുന്ന കാര്യങ്ങളും കാണുന്ന സിനിമകളും ഒക്കെ ഒരു വേറെ തന്നെ അനുഭവമാണ്. IFFK എന്ന് പറഞ്ഞൊരു ഇമോഷനാണ്. എന്ന് വെച്ചാൽ ഈ ലോകത്തുള്ള ഒരുപാട് സിനിമകൾ വരുന്ന, ഒരുപാട് സിനിമാ പ്രേമികൾ ഇത് കാണാൻ വേണ്ടി വരുന്ന, അവർ തമ്മിലുള്ള ചർച്ചകൾ, സിനിമ കണ്ടതിന് ശേഷമുള്ള ചർച്ചകൾ, അതിനുശേഷം ചായ കുടിക്കൽ, അങ്ങനെയുള്ളൊരു ഒരുപാട് മെമ്മറീസും ഒരുപാട് ഇമോഷൻസ് കണക്റ്റ് ആവുന്നൊരു പ്ലേസാണ് ഈ IFFK വേദികൾ. പക്ഷേ ഇപ്പം ഞാൻ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്, പണ്ട് തൊട്ടേ സിനിമകൾ കാണാൻ വരുന്ന ആൾക്കാർ പോലും ഇനിയിപ്പം നമുക്ക് IFFKക്ക് പോകണോ, ഷെഡ്യൂൾ ഇപ്പം തന്നെ വരില്ല, ആ ഷെഡ്യൂൾ നോക്കി സിനിമകൾ ഡൗൺലോഡ് ചെയ്ത് കണ്ടാൽ പോരെ, IFFKക്ക് പോയി സമയം കളയേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അതായത് പണ്ട് തൊട്ടേ സിനിമകളിൽ കണ്ടും അവിടെ IFFK എക്സ്പീരിയൻസ് ചെയ്തും വന്ന ആൾക്കാരിൽ നിന്നുമൊക്കെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഓഡിയൻസിൻ്റെ എണ്ണങ്ങൾ കുറഞ്ഞു വരുന്നു. IFFK സിനിമ ഒഴിച്ച് ബാക്കിയെല്ലാം അവിടെ ഒരു ഫെസ്റ്റിവൽ പോലെ നടക്കുന്നു എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിൽ 2 വശമുണ്ട്. അതായത് ഇപ്പം നമുക്ക് IFFKയിൽ വരുന്ന മൂവീസ് ചിലത് OTTയിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ നമുക്ക് IFFKയിൽ ആ ബിഗ് സ്ക്രീനിൽ ഇത്രയും ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് കാണുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അത് കഴിഞ്ഞിട്ട് ആ സിനിമ കണ്ടിറങ്ങിയതിന് ശേഷം ആ സിനിമയെ പറ്റി നീണ്ട ചർച്ചയും അത് നമുക്ക് ഒരു OTT പ്ലാറ്റ്ഫോമിലോ ഒരു വീട്ടിൻ്റെ അകത്തിരുന്ന് കണ്ടാൽ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടത്തേ ഇല്ല. ഈ IFFK വേദികൾ മാത്രം ആസ്വദിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർ, അതായത് സിനിമ മാത്രമല്ല വേദികൾ, അതായത് അവിടെ വന്നിരുന്ന് കൂട്ടുകാരൊത്ത് സംസാരിക്കാനും അങ്ങനെ വരുന്നവരുണ്ട്. അപ്പം അങ്ങനെ 2 തരം പ്രേക്ഷകരാണ് IFFKയിലുള്ളത്. ഒന്ന് സിനിമ കാണാൻ വരുന്നവരും, ഒന്ന് ഈ ഫ്രണ്ട്ഷിപ്പ് നിലനിർത്താൻ വരുന്നവരും. പക്ഷെ എത്രത്തോളം നമുക്ക് ഈ OTT എന്നൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാലും നമ്മൾ ഈ തിയേറ്ററിൻ്റെ അകത്ത് കയറി ക്യൂ നിന്ന്, വെയിലത്ത് നിന്ന് മണിക്കൂറോളം ക്യൂ നിന്നിട്ട് അകത്ത് കയറി തറയിലിരുന്നൊക്കെ സിനിമ കാണുന്ന ഒരു എക്സ്പീരിയൻസ്, അത് നമുക്ക് IFFKക്ക് മാത്രമേ കിട്ടുള്ളൂ. ലൈക്ക് നോർമലി ഏത് സിനിമ കാണാൻ പോയാലും നമുക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടില്ല. അതുമാത്രമല്ല, ഇപ്പം നമ്മളൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു ബാക്കിലുള്ള അവരെ ഷൂട്ടിംഗ് എക്സ്പീരിയൻസ്, അതെല്ലാം ഒരു മീറ്റ് ദ ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞ് വെച്ച് ഒരു വേദി ഒരുക്കുന്ന IFFK, അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിലിം മേക്കിംഗ് ആഗ്രഹിച്ച് നടക്കുന്ന ഒരാൾക്ക് അതൊക്കെ വലിയൊരു ഒരു കോഴ്സ് പോലെയാണ്. അത് അത്ര എക്സ്പീരിയൻസ് ഒക്കെ അവർ ഷെയർ ചെയ്യുമ്പം ഓരോന്ന് പഠിക്കാനും അങ്ങനെയുള്ള പല കാര്യങ്ങളും IFFK എന്ന വേദിയിൽ നിന്ന് കിട്ടും. മുമ്പ് പലവരും ഡെലിഗേറ്റ് ആയിട്ട് വന്ന ആൾക്കാരും പിന്നെ ഉള്ള IFFKയിൽ അവർ ഗസ്റ്റ് ആയിട്ടും അവരുടെ സിനിമകളൊക്കെ കൊണ്ടുവരാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വലിയ പ്ലാറ്റ്ഫോമാണ്, നമുക്കുള്ള അറിവുകൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പം ഇവിടെ കൂടെ നമുക്ക് ഒരു പുതിയ സ്റ്റെപ്പുകൾ വെക്കാൻ, ഒരിടത്ത് എത്താനും ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ആൾക്കാർ ഇതിൽ വരവ് കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസും കുറയുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് ഇന്റർനാഷണലി പുറത്തുള്ള രാജ്യങ്ങളിൽ ഒരുപാട് ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്ത ഒരുപാട് ആർട്ട് സിനിമാസും അങ്ങനെയുള്ള അവസരം, അതൊക്കെ കാണാനുള്ളൊരു അവസരം IFFK വേദി കിട്ടുന്ന അതൊരു വലിയൊരു ഭാഗ്യമാണ് നമുക്ക്. പിന്നെ ഈ ഒരു ലൈക്ക് നമുക്ക് ഈ ഒരു എമൗണ്ടിൽ നമ്മൾ ഒരുപാട് സിനിമകൾ കാണുന്നുണ്ട്. നമ്മൾ ഈ അടയ്ക്കുന്ന ഒരു ഡെലിഗേറ്റിൻ്റെ ഒരു എമൗണ്ടിൽ നമ്മൾ ഒരുപാട് സിനിമകൾ കാണുന്നുണ്ട്. പിന്നെ എന്താണ് ബാക്ക് ടു ബാക്ക് നമ്മൾ സിനിമകൾ, അതായത് ഒരു സിനിമ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സിനിമയിലോട്ട് അപ്പം തന്നെ കയറുകയാണ്. നമുക്ക് ലൈക്ക് സിനിമയിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്ന കുറച്ച് ദിവസത്തേക്ക്. ആ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഈ റൊട്ടീൻ നമുക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന പോലെയൊക്കെ തോന്നുന്നത്. അത്രയ്ക്കും ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും എഫക്റ്റീവായിട്ടുള്ളൊരു പ്രോസസ്സാണ് ഈ IFFK എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കൾച്ചറിൽ ഇനി ആൾക്കാർ വന്നു ചേരണം, നേരത്തെ ഉണ്ടായിരുന്ന ആൾക്കാർ ഇതേപോലെ സസ്റ്റെയിൻ ചെയ്യണം, കുറച്ചും കൂടി എഫക്റ്റീവ് ആവണം എന്നൊക്കെയാണ്. അല്ലാണ്ട് ലൈക്ക് OTTയിൽ കാണാൻ പറ്റും, ആ ഒരു പ്ലാറ്റ്ഫോം അവൈലബിൾ ആണ് എന്നുള്ളൊരു പേരിൽ നമ്മൾ ഈ ഒരു കൾച്ചറിനെ ഇല്ലാണ്ടാക്കരുത്, അല്ലെങ്കിൽ ഈ ഒരു സിനിമ എന്ന് പറയുന്ന ലോകത്തിനെ ഇല്ലാണ്ടാക്കരുത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. IFFKയുടെ സ്ഥിരം ഓഡിയൻസ് പോലും OTT പ്ലാറ്റ്ഫോംസ് പ്രിഫർ ചെയ്യുന്നത് മേ ബി ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ ഇങ്ങനത്തെ ഒരു ഫെസ്റ്റിവൽസിൻ്റെ ക്വാളിറ്റി ഓഡിയൻസിനെയാണ് നഷ്ടപ്പെടുത്തുന്നത്. സോ ലെറ്റ് ഇറ്റ് നോട്ട് ഹാപ്പൻ ആൻഡ് ദാറ്റ്സ് ഓൾ. താങ്ക് യു.